കൊച്ചുവർത്തമാനം. അരക്കുപ്പി അകത്ത് കേട്ടോ, രാവിലെ രണ്ടെണ്ണം അടിച്ച ലക്ഷണമുണ്ടല്ലോ. പോലീസിന്റെ കണ്ണിപ്പെടണ്ട. ഇപ്പോ വലിച്ചാലും പോച്ചാലും പിഴ ഉറപ്പാണേ. അതെനിക്കറിയാം മെമ്പറേ. നിയമം നിലവിൽ വന്നതിന് ശേഷം പൊതുസ്ഥലങ്ങളിൽ നിന്ന് പുകവലിച്ച പലരും പോലീസ് എത്തിയപ്പോൾ അകത്തേക്ക് എടുത്ത പുക പുറത്തേക്ക് കളയാനാകാതെ നിന്ന് പുകയുക. പിന്നെ പുകയാതെ കേട്ടോ ചേട്ടാ, പോലീസിനെ കാണുമ്പം മദ്യക്കുപ്പി സിഗരറ്റ് കുറ്റിയൊക്കെ വലിച്ചെറിയാം. അകത്തേക്ക് എടുത്ത പുക എന്ത് ചെയ്യും? കുടിച്ചിറക്കാൻ പറ്റുമോ? മെമ്പർ എന്നെ വർത്താനമായി പറയുന്നേ. പുക കുടിച്ചിറക്കിയാൽ അത് പുറത്തേക്ക് തന്നെയല്ലേ വരുന്നത്. പിടികൂടാൻ വരുന്ന ഏമാന്റെ മുഖത്തേക്ക് ഊതി വിട്ടാ പോരെ. എന്തായാലും ബീഡി വലിക്കാരി വലിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഊതിക്കണ്ട. പിന്നെ അകത്താക്കിയ പുക ശ്വാസം മുട്ടുമ്പോ താനേ പുറത്തേക്ക് പോകണം. വഴിമാറ്റി വിടാൻ വേറെ വഴിയൊന്നും. ചേട്ടോ, പുക വലിച്ചതിന് 200 രൂപ പിഴ ഒടുക്കേണ്ടി വന്നപ്പോ പലരുടെയും കീശ കാലിയായി. പിടികൂടിയവരിൽ സ്കൂൾ കുട്ടികൾ വരെ ഉണ്ടെന്നാ കേൾക്കുന്നത്. അയ്യോ, അവനെ എന്തിനാ പിടിച്ചോണ്ട് പോന്നേ? അങ്ങ് വിട്ടാര് സാറേ. പാവോ ഇവനോ? ഇവൻ ചെയ്ത എന്താണെന്ന് അറിയോ? സാറേ, സിഗരറ്റ് വലിച്ചോണ്ടിരുന്ന ഇവൻ എന്നെ കണ്ടതും സിഗരറ്റ് എടുത്തൊരൊറ്റേറ് ചെന്ന് വീണത് ബസ്സുകാത്തിരുന്നൊരു വല്യമ്മയുടെ മുണ്ടില്. കത്തി പോകാതിരുന്നത് ഭാഗ്യം. എന്തോ പറയാനാ. നമ്മുടെ പോലീസ് അങ്കിളിന് കോൾ അടിച്ചല്ലോ. ഇന്ന് അവന്റെ പുക കണ്ടത് തന്നെ. പുക തന്നെ കാരണം. സിഗരറ്റിന്റെ പുക. ആ വല്യമ്മയുടെ ഒരു ഭാഗ്യം. എങ്ങാനും കേറി തീ പിടിച്ചിരുന്നെങ്കിലോ. 200 രൂപയിൽ ഒതുങ്ങേണ്ടത് ഇപ്പൊ കൊലക്കുറ്റമായേനെ. ഇവൻ അകത്തുമായേനെ. സിഗരറ്റ് കൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പുകളെ. ഓ, എന്തു വന്നാലും പുകയില്ലാതെ എന്ത് ജീവിതം എന്ന മട്ടിലാ ഓരോരുത്തർ പോച്ചു തള്ളും. നമ്മൾ അവരോട് എന്തോ തെറ്റ് ചെയ്ത പോലെ. കേട്ടോ കുഞ്ഞെ, ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഓരോരുത്തരൊന്നും വലിച്ചു വിടുന്നത് കണ്ട അവരത് തിന്നുവാണെന്ന് തോന്നുന്നു. ഇവനെയൊക്കെ ആദ്യം അകത്താക്കണം. കാക്കാത്തി, തിന്നാലൊന്ന് പുകയ്ക്കണം, പിന്നെ മുറുക്കണം, കിടന്നൊന്നുറങ്ങണം. ശീലം മാറ്റാൻ പറ്റില്ല. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുതെന്ന് നിയമം ലംഘിച്ചാൽ സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്റ്റ് ആക്ട് പ്രകാരം കേസെടുക്കാനേ നിവർത്തിയുള്ളൂ. ചുമ്മാതല്ല, സഞ്ചരിക്കുന്ന പുകക്കുഴല് പോലെ വലിക്കാരുടെ എണ്ണം കൂടുന്നത്. പിടികൂടി പിഴയിട്ടാ പോരാ, പിടിച്ചകത്തിടണം. അത് നേരെ കാക്കാത്തി, പിടിച്ചകത്തിട്ടാ വരിക്കില്ലെന്ന. പിടിത്തം കൂടുമ്പോ പോക്കറ്റ് കാലിയാകുമെന്ന് പേടിച്ച് വലി നിർത്തുമെന്ന് പിടിക്കാൻ നിൽക്കുന്ന ഏമാന്റെ അടുത്ത് നമുക്കൊരു ബോർഡങ്ങ് വെക്കാം. പുക 10, പുകച്ചാൽ 500. കൊച്ചുവർത്തമാനം.